വീട്ടിലിരുന്നപ്പോൾ ഒരു പൂതി മീൻ കഴിക്കണം, അതും പച്ച മീൻ, ഫ്രഷ് മീൻ കഴിക്കണം. എങ്കിൽ പിന്നെ പോയി കളയാം. അങ്ങനെ ഞങ്ങളെത്തിയത് ഹാർബർ ടൗണിലുള്ള സീ ഫുഡ് മാർക്കറ്റിലാണ് കേട്ടോ. അവിടെ അടിപൊളി വെറൈറ്റി, എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ കിളി പോയി അവിടെ ചെന്ന് കണ്ടിട്ട്. എന്തെല്ലാം വെറൈറ്റീസ് ഓഫ് മീനാണ് നോക്കിക്കേ. സാൽമൺ വേണോ, അയല വേണോ, ചൂര വേണോ, അതിന് കണ്ടതും കാണാതായിട്ടുള്ള കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇടത്തോട്ട് നോക്കണോ വലത്തോട്ട് നോക്കണോ, ഞാൻ ഫുൾ കൺഫ്യൂഷനായിട്ടോ. കൊഞ്ച് തന്നെ പല വെറൈറ്റീസ്. കുറേ നാൾക്ക് ശേഷം മീനുകളെ എല്ലാം ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു സുഖമായിരുന്നു കേട്ടോ എനിക്ക്. കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞു. എന്നാലും പക്ഷെ നമ്മുടെ നാട്ടിലെ ആ ഒരു ബഹളം ഒന്നും ഈ ഫിഷ് മാർക്കറ്റിലേട്ടോ. ഞാനൊരു നിമിഷം എൻ്റെ നാട്ടിലെ ഫിഷ് മാർക്കറ്റ് ഓർത്തുപോയി. അമ്മാതിരി ഡിഫറൻസ് ആണ്. എന്തൊരു ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫിഷ് മാർക്കറ്റ് തന്നെയാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. അമ്മാതിരി സൈലൻ്റ് ആയിരുന്നു. എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് മാത്രമാട്ടോ നമ്മൾ മീൻ വാങ്ങിച്ചത്. നോക്ക് മക്കളെ, നോക്ക്, നമ്മുടെ അയലക്കുട്ടന്മാർ. അയ്യോ എൻ്റെ ദൈവമേ, ഇത്രയും നാൾക്ക് ശേഷം അയലെ കണ്ടതിനും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു മനസ്സിനൊരു സുഖമായിരുന്നു. അങ്ങനെ മീൻ 1 2 അങ്ങനെ 2 അയലക്കുട്ടന്മാരെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഇരിക്കുന്ന 3ാമത്തെ മീൻ, അതെന്താണ് പേരെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇനി ഞാൻ ആ മീനും വാങ്ങിച്ചു, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മീനൊക്കെ എല്ലാം വാങ്ങിച്ചു, ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഇവർ ഈ പാക്ക് ചെയ്ത രീതി കണ്ടപ്പോഴാട്ടോ, പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ മീൻ വാങ്ങുമ്പോൾ മീൻകാരൻ നമുക്ക് വട്ടയിലാട്ടോ പൊതിഞ്ഞിരുന്നത്. അതാട്ടോ ഞങ്ങൾ ഓർത്തു പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോയത് ഡിസ്കൗണ്ട് ഫ്രൂട്ട് മാർക്കറ്റിലേക്കാട്ടോ. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫ്രഷ് ആയിട്ട് നല്ല ലാഭത്തിന് കിട്ടും. അങ്ങനെ ഒരു ട്രോളിയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളൊരു അംഗത്തിന് പോവാണ് ഗൈസ്. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പോക്കാണിത്. ആദ്യം സവാള കണ്ടു, എങ്കിൽ പോരട്ടെ ഒരു സവാള, അത് 1 കിലോയുടെ സവാള, അത് അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് വിലയൊക്കെ നോക്കി വെളുത്തുള്ളി വാങ്ങിച്ചു. അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ എൻ്റെ കാർട്ടിലോട്ട് ഇടാൻ തുടങ്ങി. ഓരോ സാധനം നോക്കുമ്പോഴും അതിൻ്റെ വില നോക്കിയിട്ട് ഞാൻ പലപ്പോഴും തിരിച്ചു വരാറാണ് പതിവ്. ഇപ്പോഴും ഈ പ്രാവശ്യവും അത് തന്നെ സംഭവിച്ചത്. അങ്ങനെയാണ് ഞാൻ മാസങ്ങൾക്ക് ശേഷം നമ്മളുടെ പാവയ്ക്ക കണ്ടത്. എങ്കിൽ പിന്നെ ആ പാവയ്ക്ക ഇരിക്കട്ടെ, വല്ല മെഴുക്കുവരട്ടിയൊക്കെ വെക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അതും എടുത്ത്. പിന്നെ നമ്മുടെ ഏത്തപ്പഴം കിട്ടത്തില്ല എന്നുള്ള സങ്കടത്തോടു കൂടി, ആ സങ്കടം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും ആകട്ടെ ഒരു പഴം എടുത്തു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ റോബസ്റ്റ പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുമാത്രം ഒരു റാസ്ബെറി എടുത്തു. തിരച്ചിലിനൊടുവിൽ അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും പറക്കി ട്രോളിയിലിട്ടു. എല്ലാം ചുമ്മാ ഒരു രസത്തിന് എല്ലായിടവും ഒന്ന് നോക്കിക്കറങ്ങി ഈ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ചീരയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചീര, പിന്നെ നമ്മുടെ ഉള്ളിത്തണ്ട, അതൊക്കെ കണ്ടപ്പോൾ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മാഗിയില്ലാത്ത നമുക്ക് ജീവിതമില്ലല്ലോ. നമ്മൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ മാഗി വെച്ചിട്ട് നമ്മൾ ജീവിക്കാൻ പഠിച്ചവരാണ്. സോ മാഗി വാങ്ങിച്ചു. ഈ കാണുന്ന സാമഗ്രികളെല്ലാം വാങ്ങിച്ചു. ഏതാണ്ട് ഒരു സാധനം അങ്ങോട്ട് വാങ്ങാൻ 1 2 സാധനം വാങ്ങാൻ വേണ്ടി വന്ന ഞാൻ ഒരു ബഞ്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ അങ്ങനെയാണോ? ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇവിടെ ഓസ്ട്രേലിയയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് വൂൾസ്വർത്ത്. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ബ്രെഡും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ബ്രെഡ് വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു മോയ്സ്ചറൈസർ വേണമായിരുന്നു, കാരണം ഇവിടെ നല്ല തണുപ്പൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനൊരു മോയ്സ്ചറൈസറും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞു ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നേരം സന്ധ്യയായി, ഇരുട്ടി തുടങ്ങി. എന്നാലും ഇവിടെ നല്ല ആക്റ്റീവായിട്ട് എല്ലാ ആൾക്കാരും അവരുടെ വീക്കെൻഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മാസത്തേക്ക് വേണ്ടിയുള്ള പർച്ചേസൊക്കെ കഴിഞ്ഞ് ഹാർബർ ടൗണിന് തൽക്കാലത്തേക്ക് മാത്രം ഒരു ടാറ്റ ബൈബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ട്രാഫിക്കിൽ കണ്ട ഏതോ ഒരു കൊച്ചിന് ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഈ വണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ ഇനി നോക്കിയാൽ ഇനി കമ്പനിക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ മുതലാളി. എന്നാലും അതൊന്നും സാരമില്ല, ഒരു ഷോപ്പിംഗ് കഴിഞ്ഞല്ലോ, അതിൻ്റെ നിർവൃതി അണഞ്ഞ് ഇങ്ങനെ ആകാശവും കണ്ട് സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ കാറ്റും കണ്ട് പോകാൻ എന്താ ഒരു സുഖം. ആ സുഖം അതൊന്ന് വേറെ കേട്ടോ. അപ്പോൾ എങ്ങനെയാ, അടുത്ത വീഡിയോ കാണുമല്ലേ? അപ്പോഴേക്കും ടാറ്റ ബൈ ബൈ, സീ യു.